അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? അവര് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അവരുടെ ഫീലിങ്സ് എന്താണ്? എന്നൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. തീർച്ചയായിട്ടും അവരുടെ ലൈഫില് ഒരു ഓപ്പർച്യൂണിറ്റി മേ ബി അബ്രോഡ് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഒരു ഉയർന്ന ജോലി. അവര് ഒരുപാട് നാള് പ്രതീക്ഷിച്ച് കിട്ടിയ ഒരു ജോലി സാധ്യത അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു സാഹചര്യം അവർക്ക് നിങ്ങളിൽ നിന്നും അകന്നു മാറേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് എന്താണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ഡാർക്ക്നെസ് വന്ന പോലുള്ള ഫീലാണ്. അതായത് നിങ്ങളെ കാണാൻ കഴിയില്ല, നിങ്ങളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അത്തരം ചിന്തകളിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഇത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എന്താണ് ഇതിൽ നിന്നും ഉൾക്കൊള്ളുന്നത്? എന്നെല്ലാമുള്ള ചിന്തകളാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. മേ ബി ഇപ്പോ ഈ ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളിൽ പലരും നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഈ സിറ്റുവേഷൻ തന്നെ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയോട് പിണങ്ങിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ. പക്ഷെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആ വ്യക്തിയെ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ എത്തിച്ചിട്ടുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളിലുള്ള എല്ലാ എക്സ്പെക്റ്റേഷനും വരെ പോയ ഒരു സിറ്റുവേഷനാണ്. അതായത് നിങ്ങൾ ഇനി അവരുടെ ലൈഫിലേക്ക് തിരികെ വരില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എന്നെല്ലാമുള്ള ചിന്തകളാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺവെർസേഷൻ, ചാറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു മൊമെന്റ്സ് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആ നല്ല നല്ല മൊമെന്റ്സുകൾ എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മകൾ കൊണ്ടുവരികയാണ്. പല രീതിയിലും ആ ഒരു സിറ്റുവേഷൻ നല്ല പോലെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒരു സ്മൂത്ത് ഗോയിങ് ആവണം. ഈ ഒരു സിറ്റുവേഷനെ എല്ലാം ഓവർകം ചെയ്യണം. അതിൽ നിന്ന് ആളിന് എസ്കേപ്പ് ആവണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ആ വ്യക്തിക്ക് ഇപ്പോൾ വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ചില സമയങ്ങളിൽ ഈ ഒരു സിറ്റുവേഷൻ മേ ബി ആ വ്യക്തി ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു അവസരമായിരിക്കും ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയുടെ ചരടുകളും പൊട്ടിച്ച് നിങ്ങളിലേക്ക് ഓടിയെത്തണമെന്ന് ആ വ്യക്തി ഇപ്പോൾ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലം ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഇതെല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. കാരണം ആ വ്യക്തി ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോർ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു അവസരം ആ വ്യക്തിക്ക് ഉപേക്ഷിക്കാനും കഴിയുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ വ്യക്തിയുടെ ലൈഫിൽ വേണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി ഒരുപാട് ഇമോഷണലി ഇംബാലൻസ്ഡ് സിറ്റുവേഷനിലാണ്. എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യേണ്ടത് എന്ന് ആ വ്യക്തിക്ക് അറിയില്ല. ഒരിക്കലും ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ നഷ്ടമായി പോകരുത് എന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആങ്ഷ്യസ് ആണ്, നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യേണ്ടത്? നിങ്ങളോടുള്ള പ്രണയം അത് ഉപേക്ഷിക്കാനും കഴിയില്ല. ആ വ്യക്തിയുടെ ലൈഫ് സ്റ്റേബിളും അല്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഓക്കെ. ഐ ക്യാൻ ഫീൽ യുവർ ലവ്. വൗ! ആ വ്യക്തിക്ക് നിങ്ങളുടെ പ്രണയം ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ കോൺടാക്റ്റിലായിരിക്കാം. എങ്കിൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളുടെ പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഐ മിസ് യു വെരി ബാഡ്ലി. തീർച്ചയായിട്ടും കൂടുതൽ പേരും നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം. ഒരു പെർഫെക്റ്റ് ടൈം വരുമ്പോൾ തീർച്ചയായിട്ടും
ഞാൻ നിന്നെ കാണാൻ വരും. ഒരുപാട് ഡ്രീംസിൽ ആ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട്. ഐ മിസ് യുവർ പ്രസൻസ്. ഒരുപാട് മിസ് ഫീൽ ആ വ്യക്തിക്കുണ്ട്. ഇതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മേ ബി നിങ്ങളായിരിക്കാം ആ വ്യക്തിയുമായിട്ടുള്ള നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നുള്ള മെസ്സേജാണ് കൂടുതലും ഇവിടെ കിട്ടുന്നത്. യെസ്. ആ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ഇങ്ങനൊരു ഗിൽറ്റ് ഫീൽ തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇങ്ങനെ തോന്നുകയാണ് ആ വ്യക്തി നിങ്ങളെ അർഹിക്കുന്നില്ല. കാരണം നിങ്ങൾ അത്രമാത്രം ആ വ്യക്തിയോട് സ്നേഹം കാണിച്ചിട്ടുണ്ടായിരിക്കാം. അത്രമാത്രം നിങ്ങൾ സിൻസിയർ ആയിട്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ. ഇത് കൂടുതലും നിങ്ങളുടെ എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ബാഡ് ഫീലിങ്സ് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യും? ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമോ? അതോ മൂവ് ഓൺ ചെയ്യണമോ? എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. കാരണം നിങ്ങൾ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിരിക്കുകയാണ് ഈ വ്യക്തിയുമായിട്ട് കോൺടാക്റ്റിൽ വരാനായിട്ട്. നിങ്ങൾ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ തുടർച്ചയായിട്ട് ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് ഒത്തിരി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു മണി റിലേറ്റഡ് ഇഷ്യൂ ആണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ പലരിലും നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്. ഈ വ്യക്തിക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി ഈ വ്യക്തി അത്തരം ചിന്തകൾ ഉണ്ടായിരുന്നില്ല. മേ ബി ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരുടെയും റീഡിംഗ് അല്ല, കുറച്ച് പേരുടെ റീഡിംഗ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന അത്രയും വേദനയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് പോലും ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പേഴ്സൺ കൂടുതലും ആഗ്രഹിക്കുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നതും ആ ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു ധനത്തിൽ അധിഷ്ഠിതമായ സ്നേഹം എന്ന് പറയേണ്ടി വരും. ആ വ്യക്തി ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു കാര്യം ആ വ്യക്തി ബൂസ്റ്റ് ചെയ്താണ് ആ വ്യക്തി സംസാരിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഓക്കെ.